ഓ, ഇതാണ് ജീവിതം. നമുക്കൊരു കറി ഉണ്ടാക്കണ്ടേക്ക് എന്തൊക്കെ വേണം? തക്കാളി വേണം, ഉള്ളി വേണം, പച്ചമുളക് വേണം, വെളുത്തുള്ളി വേണം, ഇഞ്ചി വേണം, മുളക് പൊടി വേണം, മഞ്ഞൾപ്പൊടി വേണം. ഇതെല്ലാം കൂട്ടി ഒരു കറി ഉണ്ടാക്കിയാലോ അതിനെന്തെങ്കിലും ഒരു ന്യൂനത ഉണ്ടെങ്കിൽ ആ ഭർത്താവിൻ്റെ വക വേറെ കേൾക്കണം, അച്ഛൻ്റെ വക വേറെ കേൾക്കണം. ഓടി രക്ഷപ്പെടാൻ നോക്കിയ ചെമ്മീനെയോ ഞണ്ടിനെയോ അതാ വലിച്ച് വലിച്ച് ആദ്യം ടേബിൾമേ തന്നെ ഇടുന്നു. വെളിച്ചെണ്ണയ്ക്ക് വില കൂടിയോണ്ട് നിങ്ങൾ ആരും പേടിക്കേണ്ടതാ, ഇതുപോലെ അങ്ങ് ചെയ്താൽ മതി. വെളിച്ചെണ്ണയും വേണ്ട, ഗ്യാസും വേണ്ട, മീൻ മുറിക്കുകയും വേണ്ട, കത്തി എടുക്കാൻ വേണ്ട, ഒന്നും വേണ്ട. ഇതാ എന്ത് ചൊങ്കിലാത്ത് നിന്ന് 4 മൈസൂർ പഴവും കുറേ നട്ട്സ് ഇട്ട പോലെ എന്ത് തീറ്റയാ തിന്നു നോക്കിയേ. ഒരിച്ചിരി തക്കാളി, ഒരിച്ചിരി ഉള്ളി, ഒരിച്ചിരി സുർക്ക, അതേ വേണ്ടു. ബാക്കി എന്ത് ചിലവുള്ള നോക്കിയാട്ടെ. ലൈവായി കടലിൽ നിന്ന് പിടിക്കുക അങ്ങ് തിന്നാം നോക്കുക. ആ ഞണ്ടിനൊക്കെ എടുത്തിട്ട് ആ പയം പിടിച്ച പിടുത്തം നോക്കിയേ. അതിനൊന്നും കടിക്കുന്നവരില്ല. നമ്മൾ ഞണ്ടിനെ കണ്ടാൽ തന്നെ ഓടി രക്ഷപ്പെടും. ഇത് കടിച്ചു കൊടുന്ന് അങ്ങ് നോക്കറാ അവനെന്താ പണിയെടുക്കുന്നത്. എൻ്റെ അപ്പോ ഇതെല്ലാം നമ്മളെല്ലാം മുമ്പ് കിട്ടാത്ത എന്തോ ഭാഗ്യം. കിട്ടിയിട്ടുണ്ടെങ്കിൽ അപ്പാടും ഇവർ മാട്ടിക്കളിയില്ലേ. എണ്ണ ഉപയോഗിക്കാത്ത കാരണം കൊളസ്ട്രോൾ ഉണ്ടാവില്ല. ഉപ്പ് കൂടുതൽ ഉപയോഗിക്കാത്ത കാരണം പ്രഷർ ഉണ്ടാവില്ല. എന്തൊരു ജീവിതമാണ്. നമുക്കിതൊക്കെ എന്തൊക്കെ പണിതാ. ഇത് കപ്പലണ്ടിയൊക്കെ തിന്നുന്ന പോലെ മുറിച്ച് മുറിച്ച് തിന്നുന്ന, അതിൻ്റെ തോല് പോലും കളയുന്നില്ല. ചെമ്മീനൊക്കെ കാണുന്നില്ല, അങ്ങനെ തന്നെ മുറിച്ച് തിന്നുന്നു. ഇതെല്ലാം തിന്നുമ്പോൾ അവരുടെ മുഖത്ത് എന്തെങ്കിലും ഒരു വിമ്മിട്ടം കാണുന്നുണ്ടാ. നമ്മളൊക്കെ ഇത് കാണുമ്പോൾ തന്നെ ഛർദി വരുന്നു. പിന്നെയല്ലേ നമ്മൾ ഇതൊക്കെ തിന്ന ഇങ്ങനെ. ആ പാമ്പുണ്ടല്ലോ അതിനെന്താക്കി 1-2 പാമ്പും കൂടി ഉണ്ട്. ഓ, മുക്കി മുക്കി തിന്നുന്ന എന്തൊരു ടേസ്റ്റാന്നപ്പോൾ. ഞണ്ടിലെന്താ പണിയെടുത്തത്? അതാ അതിൻ്റെ തൊടിയൊക്കെ പൊട്ടിച്ച് കളഞ്ഞ് ആ തോല തിന്നുന്ന, ഇറച്ചിയൊക്കെ കളഞ്ഞിട്ട് ഞണ്ടിൻ്റെ തോലാന്നതാ സുർക്കയിൽ മുക്കി തിന്നുന്ന. ചെമ്മീന് വാലും കളയണം, തല കളയണം. നമുക്ക് അവർക്കോ വാലും പ്രശ്നമില്ല, തലയും പ്രശ്നം. ഇതാ അതിൻ്റെ കൊമ്പോട് കൂടി കടിച്ച് എന്ത് ചൊങ്കില്ല തിന്നുന്ന നോക്കടോ. നമ്മളെ വീട്ടിൽ ചെമ്മീനെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത് 2 ഭാഗം വൃത്തിയാക്കി അതിൻ്റെ ഉള്ളിൽ നാരെടുത്ത് ഇതൊക്കെ കഴിയുമ്പോഴേക്കാണ് നമ്മളൊക്കെ പെണ്ണുങ്ങൾ തളർന്നു. ഇതാ ഓള് നോക്കിയ തിന്നുന്ന തീറ്റി ഒരു പ്രശ്നമൊക്കെ ഇല്ല. അതിനങ്ങ് തിന്നുമോളെ അങ്ങ് എത്തിപ്പോട്ട് അതിനെയും കൂടി അങ്ങ് തിന്നോ. നല്ല സാധനം, അതാ ഒന്നും കൂടി മുക്കിക്കോ.